വിശക്കുന്നുണ്ടോ പോയിനെ? എനിക്ക് ഇവിടെ നോക്കിയടി, ഇതേ ഇവിടെ നോക്കി ചക്കര ഇവിടെ നോക്കി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്നാണെന്നറിയാമോ, ഇതിനിവിടെ 2 ദിവസമായിട്ട് നമ്മളിവിടെ വഴി കിടന്നിട്ട് ദേഷ്യപ്പെടല്ലേ, എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല നീ. അതെ, അപ്പോൾ ഇതിന് 2 ദിവസമായിട്ടില്ലേ വഴി കൂടെ നടക്കുക കേട്ടോ. ഇതിന് ആരുടെ കയ്യിൽ നിന്ന് മിസ്സായതാണോ അതെയോ? ഇവിടെ നോക്കിയടി പെണ്ണെ, ഇവിടെ നോക്കി കൊച്ചോടെ നോക്കി. ഇതിന് ആരുടെ നിന്ന് മിസ്സായതാണോ, ആരെങ്കിലും കൊണ്ട് കളഞ്ഞാണോ നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്നാ കടിക്കല്ലോ മോനെ, എന്നാ വേണ്ട പൊന്നിന്. അപ്പോൾ ഇതാ അയ്യോ എനിക്ക് പേടിയാവുന്നു. ഇപ്പോൾ നോക്കി. അപ്പോൾ ഇത് ആരുടെയാണെന്ന് വെച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കി വിശക്കുന്നുണ്ടോ പൊന്നിനെ? ഇന്നലെ ഇവിടെ അടുത്തുനിന്നുള്ള വീടുകളിൽ നിന്നൊക്കെ നമുക്ക് കോൾ വന്നു കേട്ടോ. നമുക്കൊരു പോമറേനിയുണ്ടല്ലോ, അപ്പം നമ്മൾ അതിനെ അഴിച്ചു വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ അഴിച്ചു വിട്ടിട്ടില്ലാന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് പാലായിൽ നിന്ന് വന്നപ്പോൾ അവിടെ തൊട്ടടുത്തല്ല, ഒരു 100-200 മീറ്റർ അപ്പുറത്തുള്ളൊരു വീടിന് ഗേറ്റിന് വെളിയിൽ തിരിക്കുക. ഒരു ഗേറ്റ് അടച്ചിട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് ഇതാ പട്ടി തന്നെയാണ്. അപ്പം ഞങ്ങൾ എന്നായെന്ന് വെച്ചാൽ, അപ്പോൾ ഞങ്ങൾ നമുക്കറിയാവുന്നവർ നമ്മളോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇന്ന് രാവിലെ തൊട്ട് അവരുടെ ഗേറ്റിൻ്റെ വാതിലിരിക്കും. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ആടെയോ വണ്ടിയിൽ നിന്ന് ചാടിപ്പോയതാണ്. എന്തായാലും വീടുകളിൽ വളർത്തുന്നതായിരുന്നു, നല്ല വൃത്തിയായിട്ടിരിക്കുന്ന കേട്ടോ ആളെ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടെങ്കിൽ എടുത്തു കേട്ടോ, കാരണം അത് പട്ടിണിയാണേ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥരാരാന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഉടമസ്ഥരെ തന്നെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ, കാരണം അത് ആരുടെ കൂടെ പോയാലും അത് കടിക്കും കേട്ടോ. ആളിച്ചിരി ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനൊരു വിധത്തിലാണ് കടി കിട്ടാതെ എന്നെ ഒന്ന് കൂട്ടിലാക്കിയേക്കുന്നത്. അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉടമസ്ഥർ കാണുവാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അധികം ദിവസം നമുക്കിവിടെ വളർത്താനുള്ള സാഹചര്യം ഇല്ല, പിന്നെ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.